ഐശ്വര്യമായിട്ട് ഇതാ 4:59 അലാറം അടിഞ്ഞ് ഒരിക്കലും സംഭവിക്കില്ല. കൃത്യസമയത്ത് അലാറം ഓഫാക്കിയിട്ട് സ്നൂസ് ചെയ്യാണ്ട് എണീക്കുക എന്നുള്ള പരിപാടി. പക്ഷേ ഇനിയിപ്പോൾ അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യാഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് പറയുകയാണെങ്കിൽ 6 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് വിശേഷങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച് അതൊക്കെ നിങ്ങളോടേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് പഴകിയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരു 6 ദിവസത്തെ ഗ്യാപ്പ് വന്നെന്ന്. അപ്പോൾ അതിനും മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്തായാലും ഇതിൻ്റെ ലൈഫിലെ വലിയൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പഴകിയതാണെങ്കിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ അങ്ങനെ അലാറൊക്കെ ഓഫാക്കി നമ്മളെ ചടങ്ങിലേക്ക് കടക്കുക എന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. എണീറ്റപാട് തന്നെ ആദ്യമൊക്കെ ഞാൻ എണീറ്റപാട് അടുക്കളയിലേക്ക് ഓടുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. വേഗം പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് ഈ ഒരു ശീലത്തിലേക്ക് എത്തിയത്. കുറച്ച് സമയം നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മളെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അങ്ങനത്തെ കുറച്ച് മീ ടൈം എടുക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളാണ് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഉഷാറ് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഇതൊക്കെ നടക്കുമോ എന്നുള്ള പരിപാടി അറിയില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്ട് അങ്ങനെ അങ്ങോട്ട് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ കുറേ നേരമായില്ലേ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ ഇൻട്രോ മുതൽ സർപ്രൈസ് ഇട്ടുകൊണ്ട് വരികയാണ്. എന്താണ് നമ്മളെ ലൈഫിൽ വന്ന മാറ്റം എന്നുള്ളത്. വേറെ ഒന്നുമല്ല, മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ് വരാൻ പോണത്. ഞാനൊരു ജോബിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിനി. അപ്പം അതിൻ്റെ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞ്, ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ്, അതുപോലെ തന്നെ രണ്ടാമത്തെ HR ഇൻ്റർവ്യൂ കഴിഞ്ഞ്, രണ്ടാമത്തെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ്, ഇന്നിപ്പോൾ ഉള്ളത് നമുക്ക് ഫൈനൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഏകദേശം എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ജോബ് എനിക്ക് കിട്ടും എന്നുള്ളത്, എന്നെക്കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ആ ഒരു ജോബ് കിട്ടും എന്നുള്ളത് ഒരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിപ്പോൾ നമ്മളൊരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കുറച്ച് ദിവസങ്ങൾ ഇനി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഗ്യാപ്പ് വന്നത്. വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ആ ഒരു മൈൻഡ് മൊത്തത്തിൽ ഇതിലേക്കായിപ്പോയി. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിനെ ചെറുതായിട്ടൊന്ന് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ജോബും യൂട്യൂബും ഒരുമിച്ച് കൊണ്ടുപോകണം. പക്ഷേ ആ ഒരു ട്രാക്കിലേക്ക് കയറാനുള്ളൊരു സമയം എനിക്ക് എടുക്കണം എന്നുണ്ടേനി. എന്നല്ലേ മറ്റെല്ലാം കൂടി ഒരു അവിൽ കുത്തിയ പഴം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും നമ്മളൊരു ഗ്യാപ്പ് എടുത്തത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞ ഫൈനൽ ഇൻ്റർവ്യൂ ഇന്നാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോകണമല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ രാവിലെ തന്നെ അതിനിരിക്കുകയല്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ നമുക്കൊരു 11:30ക്കാണ് പറഞ്ഞത്. അപ്പം ബാക്കിയുള്ള പണിയൊക്കെ വേഗം ഒതുക്കി വെച്ചിട്ട് വേണം കുറച്ച് നേരം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഫോളോ ചെയ്ത് പോരുന്ന നമ്മളൊരു റൊട്ടീൻ ഉണ്ടല്ലോ, ഡെയിലി റൊട്ടീൻ ഉണ്ടല്ലോ. അപ്പോൾ അതിലെന്തായാലും മാറ്റങ്ങൾ വരും. നമ്മളെ പ്രയോറിറ്റി മാറുകയാണ്, നമ്മളെ ടൈമൊക്കെ മാറുകയാണ്. അപ്പോൾ അതിലെന്തായാലും മാറ്റം വരും. അപ്പോൾ അതിൽ ഈ ഒരു രാവിലത്തെ ഈ ഒരു മീ ടൈം എനിക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ടി വരും. കുറച്ചും കൂടി ഒന്ന് നേരത്തേക്ക് എണീറ്റ് നമുക്കിപ്പോൾ 9:30ക്കാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞത്. HR ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് 9:30 മുതൽ 5:30 വരെയാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക ഒരു 8:30ക്ക്, ഒരു 8:45 ഇറങ്ങിയാൽ 9:30ക്ക് അവിടെ നമുക്ക് അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്താക്കണം, ഞാനിത് നമ്മളെ ബൈൻഡറൊക്കെ കൊണ്ട് എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ക്ലീനിങ് ഷെഡ്യൂൾ ഇപ്പോൾ ഓരോ ദിവസത്തേക്ക് നമ്മൾ ഓരോ 30 ദിവസം കണക്കാക്കി ഇങ്ങനെ ഓരോ ദിവസം ചെയ്യേണ്ട ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഏരിയ എഴുതി വെച്ചതാണല്ലോ. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ സൺഡേ ക്ലീനിങ്ങിലേക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ സൺഡേ ആയിരിക്കും നമുക്ക് ഓഫ് വരിക. അപ്പോൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്നുകൂടി മാറ്റി എഴുതിയെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് ടൈമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം എഴുതാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ദിവസമൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് അങ്ങനെ ഒന്ന് സെറ്റാക്കാനുണ്ട്. പിന്നെ അത് മെയിനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ വർക്കിംഗ് ഡേ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാക്കി മാറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 8:30 മുതൽ 6:30 വരെയുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലേക്ക് പോകാനുള്ളതും ഓഫീസ് ടൈമും ഓഫീസിൽ നിന്ന് വരാനുള്ള ആ ഒരു ട്രാവലിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിലുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അത് ആ ഒരു ടൈം നമ്മൾ ആ ഒരു ദിവസത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ബാക്കി നമ്മളെ കയ്യിൽ എത്ര ടൈം ഉണ്ടോ, ഇപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു 8:30 വരെയുള്ള ആ ഒരു ടൈം, അപ്പോൾ ആ ഒരു ടൈം വരെ 8 മണി വരെയുള്ള ടൈം എന്ന് പറയുന്നതും പിന്നെ വന്നു കഴിഞ്ഞിട്ട് 6:30 മുതൽ ഇപ്പോൾ 6:30 വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 6:30 മുതൽ 10 മണി വരെയുള്ള ആ ഒരു ടൈമും ആണ് നമ്മളെ കയ്യിലുള്ള ഒരു ടൈം. അപ്പോൾ ആ അത്രയും ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ഒന്ന് ടൈം ബ്ലോക്ക് ആക്കി വെക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വർക്കിംഗ് വുമൺസിനൊക്കെ ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വേറൊരു വീഡിയോയിൽ ഞാൻ ടൈം വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ വർക്കുള്ള ദിവസം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല കഥ. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഇവൾ ജോലി കിട്ടിയ പോലെയാണല്ലോ വർത്താനം പറയണത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ. അപ്പോൾ സംഗതി ഇപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്ത് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട്, അപ്പം ഈ നവംബർ 15 മുതലാണ് ജോലി തുടങ്ങാമെന്ന് ഇനി ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളെ കയ്യിൽ ടൈം ഉണ്ടല്ലോ. അപ്പോൾ നവംബർ 15 എന്ന് പറഞ്ഞാൽ ഇനിയും സമയമുണ്ടല്ലോ. അപ്പോഴത്തേക്കൊക്കെ റെഡി ആക്കുക, ഒക്കെ ഒന്ന് സെറ്റ് ആക്കുക, ആ ഒരു ട്രാക്കിലേക്ക് വേഗം എത്തിക്കഴിയാം. അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സമയത്തിന് അപ്ലോഡ് ആയിക്കോളല്ലോ. അങ്ങനെ യൂട്യൂബിൽ ഒരു ബ്രേക്ക് വരാണ്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് HR വിളിച്ച് പറഞ്ഞത് ഒരു കുട്ടി റിസൈൻ ചെയ്ത്. അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്കാണ് അഭിനയനെ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും വേഗം തന്നെ 28-നാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഒക്ടോബർ 28-നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 28-ാം തീയതി തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് എന്തായാലും ജോലി കിട്ടിയപ്പോൾ നമ്മൾ എന്തായാലും മനസ്സുകൊണ്ട് എന്തായാലും പ്രിപ്പയർ ആണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് വെച്ച് കാണാം, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ജോയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് 3-4 ദിവസമായി ഞാൻ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ എങ്ങനെയാണ്, അവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടീമിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അതാ ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പറയാണ്ടില്ലേ, ഇങ്ങനെ പറയുമ്പോൾ മുട്ടി നിൽക്കുകയെന്ന് അറിയില്ല, അതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഒന്നിങ്ങനെ ഇരുന്ന് ഇത് മനസ്സമാധാനത്തിലൊന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റണില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അതിൻ്റെ ഒരു വിമ്മിഷ്ടേന് കുറേ ദിവസങ്ങളായിട്ട്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇവിടെ വന്ന് പറയണതാണല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നിട്ട് അത് പറയാൻ പറ്റാഞ്ഞിട്ട് അതിൻ്റെ വല്ലാത്തൊരു കഷ്ടപ്പാടിലായിട്ട്. അപ്പോൾ എന്തായാലും ഞാനിത് രാവിലെ തന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. രാവിലെ തന്നെ കുത്തിന്നിട്ട് വോയിസ് ഓവർ എടുക്കാൻ എണീറ്റ പാടിട്ടാം. അല്ല നമ്മളെന്തേലും പറഞ്ഞു നിർത്തിയത് നമ്മളെ രാവിലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം അടുക്കളയിലേക്ക് കയറി. പിന്നെ ഇനിയിപ്പം രാവിലത്തെ കുക്കിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമുക്ക് ചോറിൻ്റെ പരിപാടിയൊന്നും ചെയ്യാനില്ല. ഇനി അപ്പം ചായക്ക് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് തക്കാളിക്കറിയും അതുപോലെ തന്നെ അരിയൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു ദോശ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇനി. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഫുള്ളൊരു തിരക്കേന് കേട്ടോ. നന്ദൂട്ടിന് സ്കൂളിലേക്ക് പോയി, ശിഖമോളെ പിന്നെ ഏട്ടനാണിന്ന് കൊണ്ടാക്കി, ഇന്ന് അച്ഛൻ കൊണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓളെ ഏട്ടൻ കൊണ്ടാക്കി കൊടുത്ത് അങ്ങനെയുള്ള പിന്നെ കുറച്ച് ഒരു ജഗബോഗ ടൈമേനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മൾ സ്വസ്ഥം സമാധാനം എന്ന് പറഞ്ഞ സമാധാനം ആയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ച് കുളി അങ്ങോട്ട് കഴിഞ്ഞ് നല്ല ഉഷാറിൽ അങ്ങോട്ട് കുത്തിരിക്കാം. പിന്നെ നമ്മളെ രാവിലത്തെ ആ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അടിച്ചു വരലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കാനുള്ളത് മെഷീനിലിട്ടിനി. അപ്പോൾ അതൊക്കെ റെഡിയായി മെഷീനും കൂടെ അലക്കി ഇങ്ങോട്ട് നമുക്ക് തന്നേരെ പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് ആറിടുക. ഈ ആറിടുന്ന പരിപാടി ഞാനിങ്ങനെ മാറ്റി വെച്ച് വൈകുന്നേരം വരെ കൊണ്ടുപോകലുണ്ടല്ലേ. ഇപ്പം മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം കണക്കാണ്. ഇനിയിപ്പോൾ ഒന്നും മാറ്റി വെച്ചിട്ട് കാര്യമില്ല. മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ഇരട്ടിപ്പടിയായിട്ട് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. വേറെ ആരും അത് നമുക്ക് എടുത്തു തരുമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ആറിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കുക്കിങ്ങിന് ചോറ് വെക്കേണ്ട ആവശ്യമില്ലയെന്ന്. ഏട്ടനിപ്പോൾ എന്തായാലും ഉച്ചക്ക് വരൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഒരു 11:30 ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും നേരം വൈകും. ഒരു 1:30-2 മണിക്കാവും ചിലപ്പോൾ എന്തായാലും വരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അവിടുന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എനിക്കായിട്ടിപ്പം ഭക്ഷണം വെക്കണ്ടേ, ചോറുണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയൊന്നും ഇല്ലാത്തത്. പിന്നെ വൈകുന്നേരം മക്കളൊക്കെ വന്നിട്ട് നമുക്ക് ഇന്നിപ്പം കോഴിക്കോടേക്ക് പോകാനുണ്ട്. അത് വേറൊരു കഥ. കോഴിക്കോട് അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ നിശ്ചയമാണ്, പാലക്കാട് നിന്നാണ് പെണ്ണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെടും, കോഴിക്കോട് നിന്ന് രാവിലെ തന്നെ പുറപ്പെടും. അപ്പം മക്കളൊക്കെ വന്ന് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ സ്കൂളൊക്കെ വിട്ട് മക്കൾ വന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, എൻ്റെ വീട്ടിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് പിന്നെ വേഗം അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചോറും പരിപാടികളൊന്നും ഇന്ന് വെക്കാനില്ല.
അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മളെ പരിപാടികളൊക്കെ സെറ്റായി, നമ്മൾ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞ് അലക്കാനുള്ളതൊക്കെ അലക്കി കൊണ്ടുവന്ന് അതൊക്കെ കൊണ്ട് ആറിയിട്ട് ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഉള്ള ആ ഒരു കമ്പനി ഏതാണോ അതിനെപ്പറ്റിയൊന്നും നമ്മൾ പഠിച്ചിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അപ്പോൾ ഇതാ ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മൈൻഡിൽ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ട്, പക്ഷേ ഒന്ന് റിലാക്സ്ഡ് ആണ്. എന്താ വെച്ചാൽ ആദ്യത്തെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലോ, ഇതിപ്പോൾ ഫൈനൽ ഇൻ്റർവ്യൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആണ്. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഭയങ്കര ബേജാറായിട്ടാണ് കേട്ടോ പോയത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ CV കൊടുത്ത് അന്നത്തെ ദിവസം തന്നെ HR ഇൻ്റർവ്യൂ ചെയ്ത്. അപ്പോൾ അത് അന്ന് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് അറിയാത്തതിനെ കൊണ്ട് വലിയൊരു കുഴപ്പമില്ല, ഇനി വേഗം പോയി അതങ്ങോട്ട് കഴിഞ്ഞ്. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് ഒരു ടെൻഷൻ ഉണ്ടേനെ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഫൈനൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതിന് അങ്ങനെ വലിയൊരു ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല, ആ ഒരു കണക്കിലാണ് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് പോണത്. അപ്പോൾ ഇതാ നമ്മൾ 11:10 ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്താനാണ് കേട്ടോ പറഞ്ഞത്. ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞതാണ് 12 മണിയാകുമ്പോൾ എത്താനാവുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അവിടെ എത്തി. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ എവിടേക്കാണ് എന്താണ് ജോബ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്പർ 1 വെബ്സൈറ്റാണ്, മാരേജ് വെബ്സൈറ്റാണ് കേരള മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് CRM പോസ്റ്റിലേക്കാണ് കേട്ടോ എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ മുഖത്ത് എഴുതി വെച്ചില്ലേ സംഗതി, എല്ലാം കൂടി വെളുത്തിട്ടാണ് ഉള്ളത്. വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വീമ്പൊക്കെ ഇളക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം മനസ്സിലൊരിങ്ങനെ ഒരു പെടപെടപ്പുണ്ടേന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വെയിറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ ഉള്ളത് അങ്ങനെ വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് അറിയില്ലല്ലോ, ആണ് പെർമിഷൻ ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അങ്ങനത്തെ കലാപരിപാടികളൊന്നും പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യല്ലോ. നമുക്ക് വീഡിയോയിൽ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളോട് പറയാം, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നോ ഞാൻ ജോലിക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് HR വിളിച്ച് നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ജോബ് സെലക്ട് ആയി നമ്മൾ ജോബിലേക്ക് നമ്മൾ എടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ശരിക്കും അത് നമുക്കൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണല്ലേ നമ്മളെ ലൈഫിൽ. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ കുറച്ച് പഴകിയ വീഡിയോ ആണെങ്കിലും അത് ഇടാമെന്ന് വിചാരിച്ചാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞാലും എനിക്കിത് എടുത്ത് നോക്കുമ്പോൾ ഇതൊരു മെമ്മറി തന്നെയാണല്ലോ, മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയൊരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ വീഡിയോ തന്നെയാണിത് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്താക്കിയപ്പോൾ മക്കൾക്കും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച്, പുറത്തുനിന്ന് കഴിക്കേണ്ട മക്കൾക്കും കൂടി വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്കും കൂടി ഇതാ കുഴിമന്തിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ആ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിക്കണം. ചെറിയൊരു തലവേദന ഉണ്ട്. അപ്പോൾ ഒന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് റെഡിയാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു സ്ട്രെസ്സിൽ കുറച്ച് നേരം ഇരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അരിച്ചൊരു തലവേദന ഇല്ലേ, ഒരു വെറുപ്പിക്കുന്ന ഒരു തലവേദന, അങ്ങനെ ഒരു തലവേദന വന്നപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം ആ ഒരു മൈൻഡ് ഒന്നൊന്ന് കുറച്ച് റീൽസും കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് അങ്ങോട്ട് റിലാക്സ്ഡ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇനിയുള്ള പരിപാടി ഇനിയിപ്പോൾ കുത്തിരിക്കാൻ നേരമില്ല, മക്കൾ വന്നു കഴിഞ്ഞ് പാടന്നെ നമുക്ക്. അപ്പോൾ നന്ദൂട്ടിനെ എത്തി കേട്ടോ, നന്ദൂട്ടിനെ സ്കൂൾ വിട്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്ന്. അപ്പോൾ പിന്നെ വേഗം നമുക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ഇപ്പം ഞാൻ പറഞ്ഞ നിശ്ചയമുണ്ട്, അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ നിശ്ചയമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ. നിശ്ചയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് വേഗം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടി അങ്ങോട്ട് പോകുന്ന ഒരു വർക്കിംഗ് വുമൺ എന്നുള്ള ഒരു ഹൗസ് വൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറി ഒരു വർക്കിംഗ് വുമൺ ആവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് ആ ഒരു ട്രാക്കിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഈ ഒരു ജോബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏട്ടനും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ട് ആ സമയമാകുമ്പോൾ തന്നെ തീർന്നു കിട്ടില്ല. ബാക്കി നമ്മൾ ഒറ്റയ്ക്കുള്ള ആ ഒരു സമയത്ത് ഞാനിങ്ങനെ പലതും ചിന്തിച്ച് കൂട്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ചിന്തിക്കണം എന്നല്ല, ഓവർ തിങ്കിങ് അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പല സ്ഥലത്തേക്ക് നമ്മൾ ചിന്തിച്ചെത്തും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കൂട്ടി വല്ലാണ്ട് നമ്മളെ മനസ്സിനെ തന്നെ നമ്മളെന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ തന്നെ ആ ഒരു കാര്യത്തിന് കുത്തിരിക്കുക എന്നുള്ള പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് അതുപോലെ തന്നെ ഈ PCOD ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവും. മൂഡ് സ്വിങ്സ് ഈ നമ്മളെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ കൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ പിടിച്ച് നിൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അപ്പം നമ്മളെ തന്നെ ബിസിയാക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതിൽ ഏറ്റവും വലിയൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് എന്തായാലും ഒരു ജോലിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഈ സാഹചര്യം കൊണ്ട് നമ്മൾ നന്നാവേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. മറ്റെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്വന്തമായിട്ട് വീടൊക്കെ
ഒറ്റയ്ക്കാണ്, ഇപ്പം വീട്ടിൽ വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ഇഷ്ടത്തിനായിരിക്കും കഴിയില്ല. അപ്പം നമ്മൾ ഉഴപ്പാനുള്ള മാക്സിമം നമുക്ക് ആ ഒരു എക്സ്ക്യൂസ് അവിടെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ പോയി മെല്ലെ എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പണിയെടുത്താൽ മതിയല്ലോ, അങ്ങനെ നമ്മൾ എക്സ്ക്യൂസിന് ഒരു പഞ്ഞും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് പറയുന്നതിൻ്റെ ഒരു പരിധി, എക്സ്ക്യൂസ് പറയാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ അതെങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ അതാണ് നമ്മൾ ജോബിന് പോകാനുള്ളൊരു മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കരിയറിൽ എന്തായാലും എനിക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ആ ഒരു തോട്ടം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല, അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്ത്, ഇങ്ങനെ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് അങ്ങനെ അത് നമുക്ക് കിട്ടി, ജോയിൻ ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷം. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ബൈ ബൈ.